ജോണി മുകളൻ കർമ്മസമിതിയുടെ മുൻകാലങ്ങളിലെ പ്രവർത്തകനായിരുന്നു. ജോണി മുകളൻ വന്നിട്ടുണ്ടോ? കെ വി സജേഷ് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കെ സജേഷ് എത്തിയിട്ടുണ്ടോ എങ്കിലും ഒന്ന് പറഞ്ഞേക്കണം. എം പി നൌഷാദ് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. എം പി നൌഷാദ് എന്ന് കടന്നു അഭ്യർത്ഥിക്കുന്നത്. സാജി യൂസഫ് അതോടൊപ്പം തന്നെ നമ്മുടെ രക്ഷാധികാരികളായിട്ടുള്ള അരിയട്ടി അന്തർവാക്യം എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രതിഷേധ നിയമം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അരിയട്ടി അന്തർവാക്യത്തിന്റെ സ്നേഹപൂർവ്വം മുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സമരത്തിൽ എത്തിയിട്ടുള്ള സമരസമിതിയുടെ ബാലകൃഷ്ണൻ പ്രതിഷേധ ദീപം തെളിയിക്കുകയാണ്. ദീപം വാങ്ങിയിട്ടുള്ള 31 പേർ ബാക്കി 31 പേരും ആ മെഡിക്കറ്റ് കത്തിക്കുന്നതാണ്. പ്രധാനമായി പോകുന്നത് ഏറ്റവും മുമ്പിന്റെ മുമ്പിലായിട്ട് കർമ്മസമിതിയുടെ പ്രവർത്തകന്മാര്, അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട 31 ദേശം മുന്നോട്ട് നിൽക്കും. ഒരു പടം എടുത്തോട്ടെ.
ആളുകൾ ഓടി നടന്നിട്ടുണ്ട്, ത്യാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവരെല്ലാം ഓർത്തെടുക്കുവാനും ആദരിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വർഷത്തിന് മാത്രമേ ഇനി നമുക്ക് പ്രതീക്ഷകളുള്ളൂ. 31 വർഷങ്ങളും അവസാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ ദയവായി ആളുകളൊന്ന് മുന്നോട്ട് വന്ന് 31 മെഴുകുതിരികൾ ഏന്തി വന്നിരിക്കുന്നവർ അത് കെടുത്തി ഒരു വശത്തേക്ക് ബഹുമാനപ്പെട്ട ജനകീയ കർമ്മസമിതിയുടെ സംഘാടകർ അത് ഏറ്റുവാങ്ങും. അത് മാറ്റിവെക്കുക. ഇപ്പോഴത്തെ നിലവിലെ ജനകീയ കർമ്മസമിതിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ശകുന്തള ടീച്ചറുടെ കൈവശമുള്ള തിരി മുൻവശത്തേക്ക് കൊണ്ടുവന്ന് നമ്മളിതിവിടെ സ്ഥാപിക്കുകയും തുടർന്ന് നമ്മുടെ ഈ സ്മൃതി സായാഹ്നത്തിന്റെ കാര്യപരിപാടികളിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുമ്പോൾ വാടകർക്ക് ഒന്ന് ബുദ്ധിമുട്ടുണ്ടാവാതെ ദയവായി പരമാവധി എല്ലാവരും അടുത്ത് നിൽക്കണം എന്നുകൂടി ഓർമ്മിക്കുന്നു. ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഒന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു, കർഷക സംഘടനയുടെ മുന്നണി നേതൃത്വത്തിൽ നിലനിൽക്കുന്ന കിഫ, അതിന്റെ ചെയർമാനായ സംസ്ഥാന ചെയർമാനായ ശ്രീ അലക്സ് ഒഴികയിലെ, അതുപോലെ തന്നെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വം ശ്രീ ജോണി പാറ്റാനി. ഒന്ന് നമുക്ക് നോക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളാവട്ടെ, ജനപ്രതിനിധികളാവട്ടെ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവരാവട്ടെ, തങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണെങ്കിലും ുമായി ബന്ധപ്പെട്ട് 2016 കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ആളാണ് രാജൻ ജോൺസൺ പേഴ്സണുമാണ്. അരിയെട്ടി യന്ത്രമാണ്. ഈ നമ്മുടെ പാത കടന്നു പോകുന്ന വഴിയിലുള്ള മരങ്ങളെയും അതുപോലെ തന്നെ മറ്റ് അതിൻ്റെ പ്രത്യേകതകളൊക്കെ എണ്ണി ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സമരസമിതിയുമായി എപ്പോഴും സഹകരിച്ച് പ്രവർത്തിച്ച് ഇപ്പോഴും നമ്മുടെ ജോണി മുകള് ഇതിന് വ്യക്തിത്വമാണ്. ജോണേട്ടൻ്റെ ഭാര്യ മേരി ചേച്ചി എത്തിയിട്ടുണ്ട്. എത്തിച്ച് സ്നേഹം പ്രദർശിപ്പിക്കുന്നു. ചെറിയൊരു മാത്രമേ നമുക്ക് മുന്നേയുള്ളൂ, നമ്മൾ എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അത് ആളിക്കത്തി ഈ റോഡ് ഈ വേദിയുടെ അധ്യക്ഷൻ ശകുന്തള ടീച്ചർ, അതുപോലെ തന്നെ ഈ സമരക്കാരെ ആളിക്കത്തിക്ക് അല്ലെങ്കിൽ ഒരു പീപ്പിൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ പൊതുവെ നമ്മൾക്ക് ലഭിക്കുന്ന ഉത്തരം നിയമപ്രശ്നമുണ്ട് എന്നാണ്. നിയമപരമായ പ്രശ്നങ്ങൾ കാരണം റോഡ് നടക്കുന്നില്ല, ഇല്ലേ? അങ്ങനെയാണെന്ന് കരുതുന്നവരുണ്ടോ? സമൃദ്ധി മഹാമാർഗം എന്ന അതിന്റെ പേര് 2020 അത് ഉദ്ഘാടനം ചെയ്തു. 90 മീറ്റർ വീതിയിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഇരട്ടി വീതി വന്യജീവി സങ്കേതത്തിൽ ഉള്ളിൽ കൂടെ പോകുന്നു. ഇതേ മഹാരാഷ്ട്രയ്ക്ക് ബാധകമായ അതേ വന്യജീവി കേന്ദ്ര നിയമം തന്നെയാണ് ഈ കേരളത്തിലും കോഴിക്കോട് റോഡിനും ബാധകമായിട്ടുള്ളത്. മലബാർ വന്യജീവി സങ്കേതത്തിന് പുറത്തുകൂടിയായ അലൈൻമെന്റ്, ഇനി അകത്തൂടെ ആണെങ്കിൽ പോലും അത് പ്രശ്നമല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുക. അങ്ങനെ യാതൊരുവിധ നിയമപ്രശ്നവും ഇല്ല. പ്രശ്നം വനംവകുപ്പിന്റെ റിപ്പോർട്ട് മാത്രമാണ്. അത് മാറ്റാനുള്ള രാഷ്ട്രീയ ആർജവം ദൗർഭാഗ്യവശാൽ നമുക്കില്ല. ഞാൻ ഒരു പാർട്ടിയുടെ പേര് പറയുന്നില്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ അടുത്ത ആഴ്ച റോഡ് പണിയാൻ പറ്റും, പണി തുടങ്ങാൻ പറ്റും അടുത്ത ആഴ്ച. കാരണം പിണറായി വിജയന്റെയും വനമന്ത്രി AK ശശീന്ദ്രന്റെയും താഴെയുള്ള ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ടായത്. മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ താഴെയായി റിപ്പോർട്ട് കൊടുത്ത അന്നത്തെ കോഴിക്കോട് DFO, അന്നത്തെ നോർത്തേൺ സർക്കിൾ CCF, മന്ത്രിയുടെയും ക്യാബിനറ്റിന്റെയും മുകളിലല്ല. അതുകൊണ്ട് പൂഴിത്തോട്ടിലെയും പടിഞ്ഞാറത്തരം ജനങ്ങളോട് പറയുന്നു, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഇതൊരു നിയമപ്രശ്നമേ അല്ല. രാഷ്ട്രീയ ആർജവമില്ലാത്തതിന്റെ പ്രശ്നം ഇവിടെ പറഞ്ഞു. നമ്മൾ ചോദിച്ചില്ല, നമ്മൾ ഉണർന്നില്ല, നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയില്ല. എന്തുകൊണ്ട് റോഡ് വരുന്നില്ല എന്ന ചോദ്യം ഇത്രയും കാലം ചോദിച്ചില്ല എന്നുള്ള പ്രശ്നം. പക്ഷെ ഇപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നു. ഈ കർമ്മസമിതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ 1000 ദിവസമായി നിങ്ങൾ സമരത്തെ ഞാൻ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരം ആർജവമുള്ള ജനത ഉണ്ടാവണം. കിഫ എന്ന സംഘടന പറയുന്ന എപ്പോഴും ഡാമാവാം എന്ത് വനേതര ആവശ്യത്തിനും ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി വേണം. അത്രേ ഉള്ളൂ. വളരെ ചെറിയ നിയമം, 3 പേജുള്ള നിയമം. കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി വാങ്ങണം, അത്രയേ ഉള്ളൂ. വനം വനേതര ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധ്യമല്ല എന്നല്ല നിയമം. മുൻകൂർ അനുമതി വാങ്ങണം. 80 ശേഷം ഈ റോഡിന്റെ ആദ്യത്തെ ആശയം വന്ന് 77 എന്റെ ഓർമ്മ, അല്ലെ? 77 ഇന്നത്തെ മനോരമയിൽ കണ്ടതാണ്. 77 ആദ്യത്തെ ആശയം എന്ന് തോന്നുന്നു. 77 മുതൽ 80 വരെയുള്ള 3 വർഷക്കാലം ഈ റോഡ് പണിതിരുന്നുവെങ്കിൽ കേന്ദ്രത്തിന്റെ പെർമിഷൻ പോലും വേണ്ടിയിരുന്നില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് നടന്നില്ല. അതിനുശേഷം വന്ന സർക്കാരുകൾ ഈ ഒരു റോഡിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഈ കേന്ദ്ര നിയമപ്രകാരം ഇപ്പം നമുക്കൊരു റോഡ് വനത്തിലൂടെ പണിയാം എങ്കിൽ കേന്ദ്രത്തിന് അപേക്ഷ കൊടുക്കുന്നു. അവർ ചോദിക്കും എത്ര ഏക്കർ സ്ഥലം, എത്ര ഏക്കർ വനം നഷ്ടപ്പെടും.
100 ഏക്കർ എന്ന് കരുതുക. 100 ഏക്കർ വനം നഷ്ടപ്പെടുമെങ്കിൽ കേന്ദ്രം പറയുന്ന ഒരു അളവിൽ പകരം വനവൽക്കരണം നടത്തണം. ഈ കോഴിക്കോട് പടിഞ്ഞാറത്തറ റോഡ് മൂലം നഷ്ടപ്പെടുന്ന വനത്തിന് ഇരട്ടിയിലധികം സ്ഥലം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇല്ലേ? കുറച്ചു പേരുടെ പേരൊക്കെ പറഞ്ഞു, 3 സെന്റൊക്കെ പോയ ആളുകൾ കൂടി ഉണ്ട്. പരിപൂർണമായും ആ നിയമത്തിന്റെ പ്രൊവിഷൻ, നിയമം എന്ത് അനുശാസിക്കുന്നോ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ എന്താ പ്രശ്നം? കിഫ എന്ന സംഘടന വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെടുന്ന സംഘടനയാണ്. വനം വകുപ്പിനെതിരെയാണ് കിഫ നിരന്തരമായിട്ട് പോരാട്ടം നടത്തുന്നത്. വനം വകുപ്പ് എന്ന പേരിൽ കാക്കിയിട്ട് നടക്കുന്ന കുറെ നരാധവന്മാർ ഈ റോഡ് വരരുത് എന്ന് മനഃപൂർവ്വം തീരുമാനിച്ചെന്ന പ്രശ്നമാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. ഇവിടെ ഒരുപാട് എല്ലാ പാർട്ടികളും ഭരിച്ചിട്ടുണ്ട്. 71 ശേഷം 80 ശേഷം ഈ ഭരിച്ച എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് വനം വകുപ്പ് 94 കൊടുത്തൊരു റിപ്പോർട്ടാണ്. ഇവിടെ എന്തോ അപൂർവ സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഉണ്ട്. ഇതിലെ റോഡ് വന്നാൽ വലിയ പ്രശ്നമാണ്, ഈ റോഡ് അനുവദിക്കരുത് എന്ന വനം വകുപ്പിന്റെ റിപ്പോർട്ട് കിടക്കുക 94 മുതൽ. ആ റിപ്പോർട്ട് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള തടസ്സം. കേന്ദ്ര നിയമം തടസ്സമല്ല. കേന്ദ്ര നിയമം അനുശാസിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരു പ്രശ്നമില്ല. ഇനി ഇപ്പൊ ഈ അടുത്ത കാലത്ത് വരുന്ന മലബാർ വന്യജീവി സങ്കേതം, അത് 2010 വന്നതാണ്. അതൊരു പ്രശ്നമാണോ? അതും ഒരു പ്രശ്നമല്ല. കാരണം മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ ബോംബെ മുതൽ നാഗ്പൂർ വരെ 713 കിലോമീറ്റർ നീളമുള്ള ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. വീതി 90 മീറ്ററാണ്. അത് മലയോര മേഖലയിൽ 3 വന്യജീവി സങ്കേതങ്ങൾക്കുള്ളിലൂടെ പോകുന്ന സാധനമാണ്. ഈ വന്യജീവി സങ്കേതങ്ങൾക്കുള്ളിലാണ് 90 മീറ്റർ വീതി. ഇപ്പൊ കോഴിക്കോട് നമ്മുടെ ഹൈവേ പണി നടക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടില്ലേ? കോഴിക്കോട് ബൈപ്പാസ് ഒക്കെ പണി കഴിഞ്ഞു. അത് 45 മീറ്ററാണ്. അതിന്റെ ഇരട്ടി വീതിയിൽ മഹാരാഷ്ട്രയിലെ 3 വന്യജീവി സങ്കേതത്തിനുള്ളിൽ